മൗനം കൂടാതെ നിത്യം തവ പദഭജനം ചെയ്യുവാൻ സജ്ജനത്തിൻ സംഘം നിത്യം ലഭിക്കാൻ പരജനഹിതമായുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മംഗല്യം ഭൂവിനേകാൻ മമ മനമതിൽ നൈർമല്യമെന്നും വിളങ്ങാൻ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസിയെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 31-ാമത്തെ അധ്യായം അവലോകനം ചെയ്യണു. താരകാസുരൻ്റെ ഹിംസ സഹിക്കാൻ വയ്യാതെ കണ്ട ദേവന്മാര് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചതും മഹാവിഷ്ണു ഉപദേശിച്ചതനുസരിച്ച് അവര് മഹാദേവിയെ സ്തുതിച്ചതും മഹാദേവി പ്രത്യക്ഷമായി വന്നതും പ്രത്യക്ഷമായ ആദിപരാശക്തിയുടെ ആ രൂപവർണ്ണനകളുമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയുള്ള ആ ദേവിയുടെ പ്രത്യക്ഷ രൂപം കണ്ട് ഭക്തിപൂർവം ശിരസ് നമിച്ച് അവര് ജഗദംബികയെ ദേവന്മാരെ സ്തുതിക്കാൻ തുടങ്ങി. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമാ നമ പ്രകൃത്യൈ ഭദ്രായൈ നിയഥാ പ്രണതാസ്മദാം താമഗ്നിവർണാം തമസാജ്വലന്തിം വൈരോജനീം കർമ്മഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ സുതരസി തരസേ നമഃ മുതലായിട്ടുള്ള കുറേ ശ്ലോകങ്ങളാണ്. ഈ സ്തുതികൾ ധാരാളം വർണ്ണിച്ച് പോകണില്ല. ജഗദംബയുടെ സ്തുതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്തുതിയിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആ രൂപത്തിനെ വർണ്ണിക്കും, അതല്ലെങ്കിൽ ആ രൂപമെടുത്തു വന്ന ദേവിയായാലും ദേവനായാലും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുതലായവയെല്ലാം വർണ്ണിക്കും, ആ കരുണാഭാവങ്ങളെ വർണ്ണിക്കും, അവർ ചെയ്ത ഉപകാരങ്ങൾ, ഇതിനു മുമ്പ് ചെയ്തതായിട്ടുള്ള ലീലകൾ, അതിനെയെല്ലാം വർണ്ണിക്കും, അതിലൂടെ കിട്ടിയതായിട്ടുള്ള സുഖങ്ങൾ, അതിലൂടെ നേടിയതായിട്ടുള്ള അനുഗ്രഹങ്ങൾ. ഇതൊക്കെയാണല്ലോ ഒരു സ്തുതി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ സ്തുതികളിൽ അതൊക്കെ തന്നെയാണ് ഇവിടെ ആ സ്തുതികളിൽ കൂടി പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്നർത്ഥം. കുറേ സ്തുതികൾ അവിടെ പറയുന്നുണ്ട്. നമസ്തൽപദലക്ഷ്യാർത്ഥം ജിതേകരസരൂപിണീം അഖണ്ഡാനന്ദരൂപാം താം വേദാത്പര്യ ഭൂമികാം. തത്വമസി എന്ന മഹാവാക്യത്തിലെ തത്പദം കൊണ്ട് ലക്ഷ്യമാകുന്നവളും ചിത്തമാകുന്ന ഏകാരസത്തോടു കൂടിയവളും വേദത്തിൻ്റെ താത്പര്യ വിഷയവുമായ ഹേ ദേവി, ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. വിരാട് രൂപിണിക്ക് നമസ്കാരം, ഈ ജഗത്തിൻ്റെ സൂത്രാത്മമൂർത്തിക്ക് നമസ്കാരം, അവ്യാകൃത രൂപിണിക്ക് നമസ്കാരം, ശ്രീ ബ്രഹ്മമൂർത്തിക്ക് നമസ്കാരം, മഹാലക്ഷ്മിയെ നമുക്ക് ആയ ദേവിക്ക് നമസ്കാരം, സർവശക്തിക്ക് നമസ്കാരം മുതലായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ അവര് ദേവിയെ സ്തുതിച്ചു. അങ്ങനെ ദേവന്മാരെ സ്തുതിച്ചപ്പോൾ മണിദ്വീപാദിവാസിനിയായിട്ടുള്ള ദേവി മധുരമായ സ്വരത്തിൽ അവരോട് പറഞ്ഞു. ദേവ്യൗവാചാം വദന്തോ വിബുധാകാര്യം യഥാർത്ഥം ഇഹ സംഗതാ വരദോഹം സദാ ഭക്ത കാമകൽപദ്രുമാസ്മിജ. ഹേ ദേവന്മാരെ, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണ് എന്നെ ഭജിച്ചത്? ഞാൻ സദാ ഭക്തരുടെ കാമങ്ങളെയെല്ലാം ആഗ്രഹങ്ങളെയെല്ലാം നടത്തി കൊടുക്കുന്നതായിട്ടുള്ള കൽപ്പവൃക്ഷമാണ്. ഞാനിവിടെയുള്ളപ്പോൾ ഭക്തരായ നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം ചിന്താകുലരാവുന്നത്? എൻ്റെ ഭക്തന്മാരെയൊക്കെ ഞാൻ സംസാരത്തിൽ നിന്ന് കരകയറ്റും.
എൻ്റെ ഈ പ്രതിജ്ഞ സത്യമാണ്. ഇങ്ങനെ ദേവി പ്രേമപൂർണമായ വാക്കുകൾ കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. ദേവന്മാർ നിർഭയരായി. അവരുടെ ദുഃഖം എന്താണ് എന്ന് ദേവിയെ അറിയിച്ചു. ദേവിക്ക് അറിയാത്തതായിട്ട് ഈ 3 ലോകങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. സർവജ്ഞയാണ്, സർവസാക്ഷി സ്വരൂപിണിയാണ്, പരമേശ്വരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടറിയണം എന്നില്ല. എങ്കിലും അവിടെ നിന്ന് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, താരകാസുരൻ ഞങ്ങളെ രാപ്പകൽ പീഡിച്ചുകൊണ്ടിരിക്കുന്നു. ശിവന്റെ ഔരസപുത്രന് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മാവ് അവന് വരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശിവനാണെങ്കിൽ പത്നിയില്ലാതെ കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയാനായിട്ടുള്ളത്? സാമാന്യമായിട്ട് ഇതൊക്കെ പറയാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. മറ്റൊന്നും ചെയ്യാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റണം എന്ന് അവരിതാ ദേവിയെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെ പ്രാർത്ഥിച്ചത് കേട്ട ദേവി സന്തോഷിച്ചുകൊണ്ട് പറയണു, മമ ശക്തിസ്തുയാ ഗൗരി ഭവിഷ്യതി ഹിമാലയേ. എൻ്റെ ശക്തിയായിട്ടുള്ള ഗൗരി ഹിമാലയത്തിൽ വന്ന് ജനിക്കും. ശിവനെ അവൾ വരിക്കും. അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളെ സാധിച്ചു തരും. നിങ്ങൾക്ക് ആ ഗൗരിയുടെ പാദങ്ങളിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. ഹിമാലയൻ എന്നെ മനസ്സാ ഭക്തിപൂർവം ഉപാസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഭവനത്തിലാണ് ഞാൻ ഗൗരിയായിട്ട് അവതരിക്കാൻ പോകുന്നത് എന്ന് ദേവി അവരെ ആശ്വസിപ്പിച്ചു. ദേവിയുടെ വാക്കുകൾ കേട്ട ഹിമാലയൻ ആ മഹാരാജ്ഞിയായ ദേവിയോട് പറഞ്ഞു, ദേവി, ആരെ നീ അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കുന്നുവോ അവനെ നീ മഹാനാക്കണു. അങ്ങനെയല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ ആരാണ്? ഇതാ അവിടുത്തെ കൃപയാണല്ലോ ഈ അനുഗ്രഹം എന്നെല്ലാം പറഞ്ഞിട്ട്, ആരുടെ ഉദരത്തിലാണോ ബ്രഹ്മാണ്ട കോടികളുള്ളത് അവൾ പുത്രിയായിട്ട് ജനിക്കുന്നു എന്നത് ഇതിലേറെ ഭാഗ്യം എന്താണ് ലോകത്തിൽ സിദ്ധിക്കാനായിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞതാ ദേവിയെ സ്തുതിച്ചു. ആ സ്ഥാനം എനിക്ക് തന്നതുകൊണ്ട് അത് കാരുണ്യത്തോടെ സർവവേദാന്ത സിദ്ധമായിട്ടുള്ള അവിടുത്തെ രൂപത്തെ എനിക്ക് പറഞ്ഞു തരണം. വേദസമ്മതമായ ഭക്തിയോഗവും ജ്ഞാനയോഗവും ഹേ പരമേശ്വരി എനിക്ക് ഉപദേശിച്ചു തരണം. അതുമൂലം എനിക്ക് നീ തന്നെയാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് അറിയാൻ കഴിയണം. ഇങ്ങനെ ഇതാ ഹിമവാൻ ദേവിയോട് അപേക്ഷിച്ചു. അത് കേട്ട് പ്രസന്നമുഖിയായി തീർന്ന അംബിക ആ ശ്രുതി രഹസ്യം, വേദരഹസ്യത്തെ ഉപദേശിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 31-ാമത്തെ അധ്യായം